വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ കാരുണ്യ പ്രവർത്തനവുമായി സേവനം നടത്തുകയാണ് മാതാ അമൃതാനന്ദമയി മഠം യുവജന വിഭാഗമായ അയുത്. റോഡുകളിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് വൃത്തിയാക്കുകയാണിവർ. ആരോഗ്യരംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അയുത് കാഴ്ചവെക്കുന്നത്. ദുരന്തം വിതച്ച വയനാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യം. ദുരന്തഭൂമി കാണാനെത്തുന്നവരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഉപയോഗിച്ച വെള്ളക്കുപ്പികളും ഭക്ഷണപ്പൊതികളും വഴിയരികിൽ നിരന്നു കിടക്കുകയാണ്. ഇവയെല്ലാം സ്വരൂപിച്ച് വൃത്തിയാക്കുകയാണ് ആയുത്. മേപ്പാടി ടൗൺ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയുത് പ്രവർത്തകർ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും കാരുണ്യ പ്രവർത്തനമാണെന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ ശുചീകരണം നടത്തുന്നത്. അമ്മയുടെ അതിരുകളില്ലാത്ത ആ കാരുണ്യത്തിൻ്റെ ആ അളവറ്റ കാരുണ്യം അതിലാകൃഷ്ടരായിട്ട് അമ്മയുടെ തന്നെ പൊന്നോമന മക്കള് ഈ ദുരന്തമായ ഭൂമിയിലേക്ക് വന്ന് അവരെ കൊണ്ടാവുന്ന വിധം എല്ലാ സേവന പ്രവർത്തനങ്ങളിലും പങ്കാളികളായി. ഇന്ന് തന്നെ 3 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ സേവന പ്രവർത്തനം നടത്തിയത്. ഒരു ഭാഗം നമ്മുടെ ചൂരൽമലയിലേക്ക് പോയി, രണ്ടാമത്തെ ഭാഗത്ത് ഉള്ളവർ നമ്മുടെ ഈ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ക്ലീനിങ് സേവയിലായിരുന്നു. മൂന്നാമത്തെ ഭാഗം നമ്മുടെ ഈ അമ്മയുടെ മെഡിക്കൽ വിഭാഗത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാരെ അവരുടെയൊക്കെ സഹായിച്ചുകൊണ്ട് നമ്മളിവിടെ സേവനം ചെയ്യുകയായിരുന്നു. അയുത് കഴിഞ്ഞ 40ഓളം വർഷങ്ങളായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മയുടെ സങ്കല്പ ധന്യതയിൽ രൂപം കൊണ്ട യുവജന പ്രസ്ഥാനമാണ് അയുത്. ഏത് ദുരന്തമുഖത്താണെങ്കിലും അമ്മ അവിടെ കാരുണ്യമായിട്ട് എത്താറുണ്ട്. എല്ലാ രീതിയിലും സമസ്ത മേഖലകളിലും അങ്ങനെ എത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ദുരിതം നടന്ന ഉടനെ തന്നെ ഈ ദുരന്ത മേഖലയിൽ തൊട്ടടുത്ത ദിവസം തുടങ്ങി തന്നെ അയുത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 45ഓളം അയുത് പ്രവർത്തകരാണ് മേപ്പാടി, ചൂരൽമല തുടങ്ങിയ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉള്ളതിനാൽ ഇവരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അമൃത ന്യൂസ്, വയനാട്.